നവീൻ! കണ്ണ് തെറ്റിയ കള്ളത്തരം കാണിക്കാൻ മിടുക്കനാണല്ലേ? ഞാൻ മുന്നിൽ ചെന്ന് നിന്നാ എല്ലാവർക്കും ഓർമ്മ വരും. അവളുടെ കണ്ണുകളിൽ ഇന്നലെ ഞാനത് കണ്ടതാ. അവക്കെന്നെ ഓർമ്മയുണ്ട് വക്കീലെ. ഇപ്പൊ എന്തു പറയുന്നു? ഞാൻ എന്റെ അർച്ചനയും മോളെയും തിരിച്ചു കൊണ്ടുവരണ്ടേ, അതോ അവരെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണോ? ഇനി ഞാൻ ഭ്രാന്തനായിട്ട് ജീവിക്കണോ? വിളിക്ക് വക്കീലെ, ഗോകുൽ സാറിനെ വിളിക്ക്. എനിക്ക് അയാളെ കാണണം. എനിക്ക് എന്റെ അർച്ചനയോട് സംസാരിച്ചേ പറ്റൂ. വക്കീലിനോട് ഞാൻ അപേക്ഷിക്കുക. ഇനി ഞാൻ അങ്ങോട്ട് കയറി ചെന്നാ പിന്നെ രണ്ടിലൊന്ന് സംഭവിക്കും. ഞാൻ സംസാരിക്കാം. ഞാൻ സച്ചിയുടെ കൂടെ നിൽക്കാം. എന്ത് ചെയ്തിട്ടായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ അതുവരെ ഞാൻ പറയുന്നത് സച്ചി കേൾക്കണം. ഇക്കാര്യം തൽക്കാലം ആരോടും പറയരുത്. സച്ചിയുടെ വേർഷൻ കറക്റ്റാ. പക്ഷേ ഗോകുൽ സാർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഗോകുൽ സാർ പറയുന്നത് കൂടി നമുക്ക് കേൾക്കണം. എന്തായാലും അർച്ചന ഇപ്പൊ സച്ചിയുടെ കൺമുന്നിലുണ്ടല്ലോ. കുറച്ചുകൂടി ക്ഷമിക്ക. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് കേൾക്ക് സച്ചി. സമാധാനായിട്ടിരിക്കെ. നമുക്ക് വഴിയുണ്ടാക്കാം. സച്ചിയുടെ അർച്ചനയും മോളെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുവരെ മനസ്സ് കൈവിട്ടൊന്നും ചെയ്യരുത്. നവീൻ, ഞാൻ തിരിച്ചു വിളിക്കാം. നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഇന്നോ? പിന്നെ ഒരു ദിവസം. ദേ, ഈ ഇടയായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും നവീൻ അതൊന്നും സമ്മതിച്ച് തരാറേ ഇല്ല. ഏയ്, അതൊക്കെ തന്റെ തോന്നല. തോന്നലൊന്നുമല്ല, അത് സത്യം തന്നെയാ. നവീൻ ഇപ്പൊ എന്നോട് ഒരു സ്നേഹമില്ല. ആര് പറഞ്ഞു? തന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്റെ മനസ്സിൽ. ഹാ, എന്നോട് സ്നേഹാണെന്നല്ലേ പറഞ്ഞത്? അത് തെളിയിക്കാൻ ഒരവസരം ഞാൻ തരാം. അതിന്നൊരു പൂവെടുത്ത് എന്റെ മുടിയിൽ ചൂടിത്തരണം. എന്നെ പരീക്ഷിക്കാണോ? ഹാ, ആണെന്ന് കൂട്ടിക്കാം. ഇതെന്താ സ്വയംവരം വല്ലതാണോ? പരീക്ഷയിൽ ജയിച്ച് കാമുകിയെ സ്വന്തമാക്കാനായിട്ട്? അതെ, അധികം ഡയലോഗൊന്നും വേണ്ട. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്ത് കാണിക്ക. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അയ്യോ,
തന്നോടുള്ള സ്നേഹം തെളിയിക്കേണ്ടത് എന്റെ കടമയല്ലേ? അടങ്ങി നിൽക്ക്, ഞാനൊന്ന് ചോദിക്കട്ടെ. കൊള്ളാം. നവീൻ, കണ്ണ് തെറ്റിയ കള്ളത്തരം കാണിക്കാൻ മിടുക്കനാണല്ലേ? അതെ, ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, അപ്പൊ നീ ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? നവീൻ വിളിച്ചു വരുത്തിയതാണോ അതോ നീ സ്വയം വന്നതാണോ? കഥ പറയുന്നൊന്ന് കേൾക്ക്. നീയാണെന്ന് വിചാരിച്ചിട്ടാ ഞാൻ. നിർത്ത്. You cheat. നിന്നെ ഞാൻ വെച്ചിക്കില്ല. കടന്നു പോടി എന്റെ മുന്നിന്ന്. നവീന് ഞാൻ വേണോ അല്ലെങ്കിൽ അവള് വേണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്ഥാനത്ത് അവളെ കൂടി ഇരുത്താൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ അതിന് സമ്മതിക്കില്ല. മമ്മി, ഇങ്ങനെ പോയാ ഞാൻ അവളെ കൊല്ലും. എനിക്ക് വേറെ വഴിയില്ല. മാഡം, എന്തുപറ്റി? എന്താ കാര്യം? മാഡം, പറഞ്ഞേ വിട്. മാഡം, എന്താ കാര്യം? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. വിട്. അവളെ നവീനെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. എന്നെ വിടാൻ. അവളെ നവീനെ ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിടില്ല മമ്മി, വിടില്ല. മോളെ സമ്മതിക്കില്ല. അതിന് വെച്ച ആരായാലും അങ്ങ് വാങ്ങി വെച്ചേക്ക്. നടത്തില്ല, നടത്തില്ല, ഞാൻ ഒരിക്കലും നടത്തില്ല. സമ്മതിക്കില്ല. നീ എന്തൊക്കെ ഭ്രാന്ത ഈ പാതിരാത്രി വിളിച്ചു പറയുന്നത്?